ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ സംസാരിച്ചത് ഒരു കത്തോലിക്ക വിശ്വാസിയോടല്ല, അമ്മയിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററോടായിരുന്നു. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: 1457 ഈ പ്രദേശത്ത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരു ദൈവാലയം പണികഴിക്കപ്പെടുന്നത്. 1532 ലൂതറൻ വിപ്ലവം ആരംഭിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസത്തെ അടിച്ചമർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുക ആ ഒരു സമയത്ത് സാധ്യമല്ലാതിരുന്നത് കൊണ്ട് ആ ദൈവാലയത്തിലെ വികാരിയച്ഛൻ അവിടെ ഉണ്ടായിരുന്ന അൾത്താര ബാലന്മാരുടെ സഹായത്തോടെ വലിയൊരു ലോഹത്തിൻ്റെ പെട്ടി സംഘടിപ്പിച്ച് ആ പെട്ടിയിലേക്ക് ആ ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളും ദൈവാലയത്തിലെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും ചേർത്ത് വെച്ച് അത് മൂടി വലിയ ഒരു കല്ലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അധികം താമസിയാതെ ആ ദൈവാലയവും പരിസരവുമൊക്കെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ്. ആ ദൈവാലയത്തിൻ്റെ പരിസരത്ത് ഇപ്പോൾ ആകെ ഉള്ളത് വലിയൊരു കല്ലാണ്. അതിന് ചുറ്റുപാടും ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ വളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് കന്നുകാലികളുടെ ഒരു മേച്ചിൽ സ്ഥലമായിട്ട് മാറുക. അങ്ങനെ കാലികളെ മേയ്ക്കാൻ വന്ന 2 ഇടയച്ചക്കൻ്റെ മുമ്പിൽ, പാറയ്ക്ക് മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക. ഈ ഇടയച്ചക്കന്മാർക്ക് ഇത് അമ്മയാണെന്നോ മാതാവാണെന്നോ ഒന്നും അറിയത്തില്ല. കാരണം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒന്നും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരമ്മ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ പൈൻമരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അമ്മ കരയാ. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളോട് അമ്മ ഒന്നും പറയുന്നില്ല. ഇത് കണ്ടപ്പോൾ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന പാസ്റ്ററുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ പാസ്റ്ററും പാസ്റ്ററിൻ്റെ കൂടെയുള്ള കുറച്ച് പേരും കൂടെ ഈ കുട്ടികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് വരികയും അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് ഈ കുട്ടികളോട് ഈ പാസ്റ്റർ പറയുന്നുണ്ട്, അതെന്തെങ്കിലും പിശാചിൻ്റെ പ്രലോഭനമായിരിക്കും, അത് നിങ്ങൾ മര്യാദക്ക് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ശകാരിക്കുമ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് അമ്മയിൽ വിശ്വാസമില്ലാത്ത ഈ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററോട് പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. അപ്പോൾ ഈ അമ്മയോട് ഈ പാസ്റ്റർ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കരയുന്നത്? അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുൽമേട് ചൂണ്ടിക്കാണിച്ചിട്ട് കാലികൾ മേഞ്ഞു നടക്കുന്ന ഈ മേച്ചിൽ സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട്, ഈ കന്നുകാലികളുടെ ഈ മേച്ചിൽ സ്ഥലം എൻ്റെ മകൻ്റെ രക്തം വീണുകൊണ്ടിരുന്ന അൾത്താര സൂക്ഷിച്ചിരുന്ന ദൈവാലയമായിരുന്നു. എൻ്റെ മകൻ്റെ ബലിയർപ്പണം നടന്നിരുന്ന ഈ പ്രദേശത്ത് ഈ ബലിയർപ്പണം നടക്കാത്തതിൻ്റെ വലിയൊരു സങ്കടം എൻ്റെ ചങ്കിലുണ്ട്. ആ സങ്കടം നീ എനിക്ക് മാറ്റിത്തരണം. പ്രിയമുള്ളവരെ, ഈ സംഭവം പെട്ടെന്ന് കാട്ടുതീ പോലെ ആ പ്രദേശം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി.